വെൽക്കം ടു ദ കെമിസ്ട്രി ക്ലാസ്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിവിഷൻ ക്ലാസ്സാണ്. ജനുവരി 27 കെമിസ്ട്രിയുടെ ഫസ്റ്റ് സീരീസ് എക്സാം നടക്കുകയാണ്. ഫസ്റ്റ് സീരീസ് എക്സാമിന് വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിനകത്തുള്ള അറ്റോമിക് സ്ട്രക്ചറും കറ്റാലിസിസും, രണ്ടാമത്തെ മൊഡ്യൂളിനകത്തുള്ള ആസിഡ് ബേസ് തിയറീസ്, അതുപോലെ pH എന്നീ ഭാഗങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ മൊഡ്യൂളിനകത്തുള്ള അറ്റോമിക് സ്ട്രക്ചർ, അതുപോലെ കറ്റാലിസിസ് എന്നീ ഭാഗങ്ങളാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്ന സിലബസ് ആയിട്ടുള്ള 2015 റിവിഷൻ കെമിസ്ട്രിയുടെ സെമസ്റ്റർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സാധാരണയായി വരുന്ന ക്വസ്റ്റ്യനുകളാണ് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ നമ്മൾ ഇവിടെ റിവൈസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും ഷോർട്ടായ രീതിയിൽ കൃത്യമായ പോയിൻ്റുകളാക്കി വീക്കായ സ്റ്റുഡൻസിനും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഏറ്റവും ഈസി ആവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കെമിസ്ട്രിയുടെ സെമസ്റ്റർ 1 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന ഭാഗത്തിൽ നിന്ന് പ്രധാനമായിട്ടും കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഗീവ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആറ്റം ആൻഡ് മോളിക്യൂൾ. ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? ഈ ക്വസ്റ്റ്യൻ എസ്സേ പാർട്ടിൽ 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക് എന്ന രീതിയിൽ, അതുപോലെ പാരഗ്രാഫ് ഭാഗങ്ങളിലും ഈ ചോദ്യം വരാറുണ്ട്. നോക്കാം, ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എലമെൻറ്റ്. ആറ്റം എന്ന് പറയുന്നത് മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. മോളിക്യൂൾ, ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. തന്മാത്ര എന്ന് പറയുന്നത്, മോളിക്യൂൾ എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. ആറ്റം, ഇറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ആറ്റത്തിന് സ്വതന്ത്രമായ നിലനിൽപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. 2 ഓപ്ഷനുകളുണ്ട്. എന്നാൽ മോളിക്യൂൾ, ഇറ്റ് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. മോളിക്യൂളിന് സ്വതന്ത്രമായ നിലനിൽപ്പ് ഉണ്ട്. നെക്സ്റ്റ്, ആറ്റം, ഇറ്റ് ഈസ് ഇൻഡിവിസിബിൾ ബൈ കെമിക്കൽ മീൻസ്. ആറ്റം എന്ന് പറയുന്നത് ഒരു രാസപദാർത്ഥം, ഒരു കെമിക്കൽ എന്ന അർത്ഥത്തിൽ ആറ്റത്തിനെ ഇനി വിഭജിക്കാൻ സാധിക്കില്ല, ഇനി മുറിക്കാൻ പറ്റില്ല. മോളിക്യൂൾ, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ കെമിക്കൽ മീൻസ്. മോളിക്യൂളിനെ ഒരു കെമിക്കൽ എന്ന അർത്ഥത്തിൽ ഇനിയും വിഭജിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, ആറ്റം ക്യാൻ ഡയറക്റ്റ്ലി ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരാറ്റത്തിന് രാസപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കാം. രാസപ്രവർത്തനം എന്ന് പറയുന്നത് അറ്റോമിക് ലെവലിൽ നടക്കുന്നതാണ്. എന്നാൽ മോളിക്യൂൾ, ഇറ്റ് കനോട്ട് ഡയറക്റ്റ്ലി ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. മോളിക്യൂളിന് രാസപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. മോളിക്യൂൾ ഫസ്റ്റ് സ്പ്ലിറ്റ് ഇൻ ടു ആറ്റംസ് ആൻഡ് ദീസ് ആറ്റംസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. മോളിക്യൂൾ ആദ്യം മുറിഞ്ഞ് ആറ്റങ്ങളാവണം, എന്നിട്ട് ആ ആറ്റങ്ങളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ആറ്റത്തിന് എക്സാമ്പിളായിട്ട് ഹൈഡ്രജന്, ഓക്സിജന്, സോഡിയം, അലുമിനിയം, അതുപോലെ നമുക്കറിയാവുന്ന എലമെൻസിനൊക്കെ ആറ്റത്തിന് എക്സാമ്പിളായിട്ട് കൊടുക്കാം. മോളിക്യൂളിന് എക്സാമ്പിളായിട്ട് H2 ഹൈഡ്രജൻ്റെ തന്മാത്ര, O2 ഓക്സിജൻ്റെ തന്മാത്ര, H2O ജലത്തിൻ്റെ തന്മാത്ര, CO2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തന്മാത്ര. അതുപോലെയുള്ള തന്മാത്രകളെ മോളിക്യൂളിന് എക്സാമ്പിളായിട്ട് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ ചാർജ് ആൻഡ് മാസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. അടിസ്ഥാന കണികകളുടെ ചാർജും മാസും നൽകുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജും മാസും മാത്രം ചോദിക്കാം,
അതല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ മാസും ചാർജും മാത്രം ചോദിക്കാം. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചേർത്ത് ചോദിക്കാം. 2 മാർക്ക് 3 മാർക്ക് എന്ന രീതിയിലൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇലക്ട്രോണിൻ്റെ പ്രോട്ടോണിൻ്റെയും ചാർജ് സെയിം ആണ്, പക്ഷേ സൈൻ വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 × 10⁻⁻19 കൂളോം. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +1.6 × 10⁻⁻19 കൂളോമാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാം. പ്രോട്ടോണിൻ്റെ മാസ് 1.67 × 10⁻27 കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ മാസ് 1.67 × 10⁻27 കിലോഗ്രാം. ഇവിടെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജ് കൂളോം എന്ന യൂണിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസുകൾ കിലോഗ്രാമിലുള്ള മാസ്സായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനാണ് അറ്റോമിക് സ്ട്രക്ചർ എന്ന പാർട്ടിൽ നിന്ന് അടുത്തത് കണ്ടുവരാറുള്ള ക്വസ്റ്റ്യൻ. ഡിഫൈൻ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ കാണാം ഡിഫൈൻ അറ്റോമിക് നമ്പർ, അറ്റോമിക് നമ്പർ എന്താണെന്ന് പ്രസ്താവിക്കുക. അതുപോലെ ഡിഫൈൻ മാസ് നമ്പർ, മാസ് നമ്പർ എന്താണെന്ന് പ്രസ്താവിക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ എൻ ആറ്റം. ഒരാറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ എൻ ആറ്റം. ഒരാറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം കൂട്ടണം ന്യൂട്രോണിൻ്റെ എണ്ണം. ഒരാറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളുടെ അകത്തുള്ള ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം എത്രയാണെന്ന് കണ്ടെത്തുക. ഈ ചോദ്യം എസ്സേ പാർട്ടുകളിലാണ് കാണാറുള്ളത്. 3-4 എലമെൻസിനെ തന്നിട്ടുണ്ടാവും. എലമെൻസിനെ സിംബോളിക് റെപ്രസെൻറ്റേഷനിലാണ് തന്നിട്ടുണ്ടാവുക. ആറ്റത്തിന് ആൽഫബറ്റിക് ആയിട്ടുള്ള സിമ്പിൾ ഉണ്ടാകും. അതിൻ്റെ താഴെ ഇടതുവശത്തായിട്ട് ഒരു നമ്പർ കാണാം, അത് ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറാണ്. അതുപോലെ ആ സിമ്പിളിന് മുകളിൽ വലതുവശത്തായിട്ട് ഒരു നമ്പർ കാണാം, അത് ആറ്റത്തിൻ്റെ മാസ് നമ്പറാണ്. ഈ രീതിയിൽ തരും. എന്നിട്ട് ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കണ്ടെത്തണം. സെമസ്റ്റർ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ നിന്ന് 3 ആറ്റങ്ങളെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഡിയം Na1123, അടുത്തത് ഓക്സിജൻ O816, അടുത്തത് മഗ്നീഷ്യം Mg1224. ഇവിടെ സോഡിയത്തിൻ്റെ നോക്കാം. സോഡിയം Na1123. താഴെ കാണുന്ന 11 എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ്. മുകളിൽ കാണുന്ന 23 എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ മാസ് നമ്പറാണ്. ഇനി സോഡിയത്തിനകത്ത് പ്രോട്ടോണുകൾ എത്രയുണ്ട്? ഒരാറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ സോഡിയം ഈസ് 11. ഒരാറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും അറ്റോമിക് നമ്പറിന് തുല്യം തന്നെയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 11. നെക്സ്റ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. ഇവിടുത്തെ മാസ് നമ്പർ 23 ആണ്, അറ്റോമിക് നമ്പർ 11 ആണ്. അങ്ങനെയാണെങ്കിൽ 23 - 11 = 12. അപ്പോൾ സോഡിയത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം 11, ഇലക്ട്രോണിൻ്റെ എണ്ണം 11, ന്യൂട്രോണിൻ്റെ എണ്ണം 12. കൃത്യമായി ആലോചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ സിമ്പിളിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറാണ് പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ സിമ്പിളിൻ്റെ മുകളിലുള്ള നമ്പറെ കുറക്കണം താഴെയുള്ള നമ്പർ. ഇതാണ് ഏറ്റവും സിമ്പിളായ രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് ഓക്സിജനാണ്. ഓക്സിജൻ 816 ആണ്.
അറ്റോമിക് നമ്പർ 8 ആണ്, മാസ് നമ്പർ 16 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറിന് തുല്യമാണ് 8. നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാലും അറ്റോമിക് നമ്പറിന് തുല്യമാണ് 8. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറക്കണം, 16 മൈനസ് 8 ആണ്, എന്ന് വെച്ചാൽ 8. നമ്പർ ഓഫ് പ്രോട്ടോൺ 8, നമ്പർ ഓഫ് ഇലക്ട്രോൺ 8, നമ്പർ ഓഫ് ന്യൂട്രോൺ 8. നെക്സ്റ്റ് മഗ്നീഷ്യം 12, 24. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 12, 24 എന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് അറ്റോമിക് നമ്പറിന് തുല്യമാണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു 12. ഇലക്ട്രോണിൻ്റെ എണ്ണവും അറ്റോമിക് നമ്പറിന് തുല്യമാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 12. ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ കുറക്കണം അറ്റോമിക് നമ്പറാണ്, 24 മൈനസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. മഗ്നീഷ്യത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 12, നമ്പർ ഓഫ് ഇലക്ട്രോൺ 12 ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് 12. ഈ രീതിയിലാണ് ചോദ്യങ്ങൾ കണ്ടുവരാറുള്ളത്. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കാണുക എന്ന രീതിയിൽ വരാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ ഫ്രം ദ ഫോളോയിങ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് കറ്റാലിസിസ് എന്ന ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത് ഡിഫൈൻ കാറ്റലിസ്റ്റ് ആൻഡ് കറ്റാലിസിസ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ കാണുന്നതാണ്. ഡിഫൈൻ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലിസ്റ്റ് എന്നാൽ എന്താണെന്ന് പ്രസ്താവിക്കുക. അല്ലെങ്കിൽ ഡിഫൈൻ കറ്റാലിസിസ്. കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രസ്താവിക്കുക. 2 മാർക്കിന് വരാം. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡിഫൈൻ കറ്റാലിസിസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ കറ്റാലിസിസ് എന്ന് പറഞ്ഞ് 4 മാർക്കിനും 5 മാർക്കിനും എസ്സേ പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. നോക്കാം, ഡെഫിനിഷൻ നോക്കാം. ഡിഫൈൻ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലിസ്റ്റ് is the substance which changes the speed of chemical reaction without it having any chemical change. The substance which changes the speed of chemical reaction without it having any chemical change. സ്വയം രാസമാറ്റത്തിന് വിധേയമാവാതെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ മാറ്റുന്ന വസ്തുവിന് പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ കറ്റാലിസിസ്. ഉൾപ്രേരക രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ചേഞ്ചസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ് ഹാവ് എനി കെമിക്കൽ ചേഞ്ച്. കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ അതൊരു രാസപ്രവർത്തനമാണ്. ആ രാസപ്രവർത്തനത്തിനകത്ത് ഒരു വസ്തു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ മാറ്റും, ആ വസ്തുവിന് ഒരു തരത്തിലുള്ള രാസമാറ്റവും സംഭവിക്കാതെ. സ്വയം രാസമാറ്റത്തിന് വിധേയമാവാതെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത മാറ്റുന്ന വസ്തു ഉൾപ്പെടുന്ന രാസപ്രവർത്തനത്തിന് പറയുന്ന പേരാണ് കറ്റാലിസിസ്. ഡെഫിനിഷന് 2 മാർക്കാണ് ഉണ്ടാവുക. എക്സ്പ്ലെയിൻ കറ്റാലിസിസ് എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ എഴുതുക, അതിൻ്റെ കൂടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറ്റാലിസിസ്, ഹോമോജീനിയസ് കറ്റാലിസിസും ഹെറ്ററോജീനിയസ് കറ്റാലിസിസിനെയും എക്സാമ്പിൾ സഹിതം വിശദീകരിക്കുക. അപ്പോൾ 5 മാർക്കിനുള്ള ആൻസർ ആവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പോസിറ്റീവ് കാറ്റലിസിസ് എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലെയിൻ പോസിറ്റീവ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് വരാം. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ റൈറ്റ് എ നോട്ട് ഓൺ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന രീതിയിലും ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് അതിൻ്റെ ഡെഫിനിഷനും ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് കാറ്റലിസ്റ്റ്, ദ കാറ്റലിസ്റ്റ് വിച്ച് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ദ കാറ്റലിസ്റ്റ് വിച്ച് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്ന കാറ്റലിസ്റ്റിന് പറയുന്ന പേരാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. എക്സാമ്പിൾ FE ഇൻ ഹേബേഴ്സ് പ്രോസസ്സ്. ഹേബേഴ്സ് പ്രോസസ്സിൽ FE അയൺ എന്ന് പറയുന്ന ആൾ ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റാണ്. ഹേബേഴ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയയാണ്. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർത്ത് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഹേബേഴ്സ് പ്രോസസ്സ്.
ആ പ്രോസസ്സിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റായിട്ട് ആ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് കാറ്റലിസ്റ്റ്, ദ കാറ്റലിസ്റ്റ് വിച്ച് ഡിക്രീസസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കുറക്കുന്ന കാറ്റലിസ്റ്റിന് പറയുന്ന പേരാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. എക്സാമ്പിൾ, H3PO4 in the decomposition of H2O2. H3PO4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ്, H2O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന രാസപ്രവർത്തനത്തിൽ ഫോസ്ഫോറിക് ആസിഡ് ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനം എന്ന് പറയുന്ന രാസപ്രവർത്തനത്തിനെ സ്ലോ ആക്കുന്ന ആളാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. Hydrogen peroxide act as a negative catalyst in the decomposition of hydrogen peroxide. ഇതാണ് പോസിറ്റീവും നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കറ്റാലിസിസ് എന്ന ഭാഗത്തുനിന്ന് അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരാവുന്ന ചോദ്യമാണ്. എക്സ്പ്ലെയിൻ പ്രൊമോട്ടർ ആൻഡ് പോയിസൺ വിത്ത് എക്സാമ്പിൾ. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ, അതുപോലെ പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉദാഹരണ സഹിതം വിശദീകരിക്കുക. എസ് എ പാർട്ടിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനിലൊക്കെ 3 മാർക്ക് 4 മാർക്ക് എന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടുവരാറുണ്ട്. നോക്കാം. പ്രൊമോട്ടർ, ഇറ്റ് ഈസ് ദ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. ദ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കുന്ന വസ്തുവിന് പറയുന്ന പേരാണ് പ്രൊമോട്ടർ. കാറ്റലിസ്റ്റ് എന്താണോ ചെയ്യുന്നത് അതിനെ വർദ്ധിപ്പിക്കുന്ന ആളാണ് പ്രൊമോട്ടർ. കാറ്റലിസ്റ്റ് രാസപ്രവർത്തനത്തിന് വേഗത കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും കൂട്ടാൻ സഹായിക്കുന്ന ആളാണ് പ്രൊമോട്ടർ. കാറ്റലിസ്റ്റ് രാസപ്രവർത്തനത്തിന് വേഗത കുറക്കുന്ന ആളാണെങ്കിൽ വീണ്ടും കുറക്കാൻ സഹായിക്കുന്ന ആളാണ് പ്രൊമോട്ടർ. എക്സാമ്പിൾ നോക്കാം. മോളിബിനം 4Fe ഇൻ ഹേബേഴ്സ് പ്രോസസ്. ഹേബേഴ്സ് പ്രോസസ്സിലെ കാറ്റലിസ്റ്റായിട്ടുള്ള അയണിന് മോളിബിനം പ്രൊമോട്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മോളിബിനം ആക്ട് ആസ് പ്രൊമോട്ടർ ഫോർ Fe കാറ്റലിസ്റ്റ് ഇൻ ഹേബേഴ്സ് പ്രോസസ്. നെക്സ്റ്റ്, പോയിസൺ, ദ സബ്സ്റ്റൻസ് വിച്ച് ഡിക്രീസസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യുന്ന വസ്തുവിനെ പറയുന്ന പേരാണ് പോയിസൺ. കാറ്റലിസ്റ്റ് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കുറക്കുന്ന ആളാണ് പോയിസൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. H2S4Fe ഇൻ ഹേബേഴ്സ് പ്രോസസ്. ഹേബേഴ്സ് പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള Fe അയണിന് പോയിസണായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് H2S, ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ് H2S ആക്ട് ആസ് പോയിസൺ for Fe catalyst in Haber's process. ഹേബേഴ്സ് പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അയണിൻ്റെ പോയിസണായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടുതലും പാരഗ്രാഫ് ക്വസ്റ്റ്യനിലും എസ് എ പാർട്ടിലും 4 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഹോമോജീനിയസ് ഹെട്രോജീനിയസ് കറ്റാലിസിസ് എന്നാൽ എന്താണെന്ന് വിശദീകരിക്കുക. ചില പരീക്ഷയിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസിസ് എന്ന രീതി ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസിസ് എന്ന രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ കറ്റാലിസിസ് എന്ന രീതിയിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും എസ്സേയിൽ ഈ ചോദ്യം തന്നെ വരാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട ആൻസറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹോമോജീനിയസ് കറ്റാലിസിസ്, ദ കറ്റാലിസിസ് ഇൻ വിച്ച് റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ്. ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത് അതൊരു ഉൾപ്രേരക രാസപ്രവർത്തനമാണ്. ആ രാസപ്രവർത്തനത്തിനകത്ത് റിയാക്റ്റൻസ്, അഭികാരകങ്ങൾ എന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന വസ്തുക്കൾ, അതുപോലെ കാറ്റലിസ്റ്റ് അവിടുത്തെ ഉൾപ്രേരകവും ആർ ഇൻ സെയിം ഫേസ്, ഒരേ തരത്തിൽപ്പെട്ടവരായിരിക്കും.
എന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരും അവിടുത്തെ ഉൾപ്രേരകവും കാറ്റലിസ്റ്റും ഒരേ രീതിയിലുള്ളവരാണ്. 3 പേരും സോളിഡ് ആവാം, അല്ലെങ്കിൽ 3 പേരും ലിക്വിഡ് ആയിരിക്കും, അല്ലെങ്കിൽ 3 പേരും വാതകാവസ്ഥയിലായിരിക്കും. ഇങ്ങനെ 3 അഭികാരകങ്ങളും ഉൾപ്രേരകവും ഒരേ തരത്തിൽപ്പെട്ട രീതിയിൽ വരുന്ന കറ്റാലിസിസിൻ്റെ പേരാണ് ഹോമോജീനിയസ് കറ്റാലിസിസ്. എക്സാമ്പിൾ നോക്കാം. നൈട്രിക് ഓക്സൈഡ് ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ്. NO എന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡാണ്. ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് SO3 സൾഫർ ട്രയോക്സൈഡ്. സൾഫർ ട്രയോക്സൈഡിന് ഓക്സിജനുമായിട്ട് കൂടിച്ചേർക്കുന്ന ഓക്സിഡേഷൻ രാസപ്രവർത്തനത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉൾപ്രേരകം എന്ന് വരുന്നത് ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. ഇവിടെ അഭികാരകങ്ങളായിട്ട് സൾഫർ ട്രയോക്സൈഡാണ്, വാതകാവസ്ഥയിലുള്ള ആളാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അതിനോട് കൂടെ ഓക്സിജൻ ആഡ് ചെയ്യാണ്, ഓക്സിജൻ വാതകാവസ്ഥയിലുള്ള ആളാണ്. അപ്പോൾ അഭികാരങ്ങൾ 2 പേരും വാതകാവസ്ഥയിലാണ്. അവിടുത്തെ കാറ്റലിസ്റ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നൈട്രിക് ഓക്സൈഡാണ്. നൈട്രിക് ഓക്സൈഡും വാതകാവസ്ഥയിലാണ്. 3 പേരും സെയിം ഫേസിലാണ്. അപ്പോൾ അത് ഹോമോജീനിയസ് കറ്റാലിസിസ് ആണ്. നെക്സ്റ്റ്, ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ദ കറ്റാലിസിസ് ഇൻ വിച്ച് റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ്. ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ ഇസ് എ കറ്റാലിസിസ്, അതൊരു ഉൾപ്രേരക രാസപ്രവർത്തനമാണ്. ഇൻ വിച്ച് റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ്. ആ ഉൾപ്രേരക രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരായിട്ടുള്ള അഭികാരകങ്ങളും കാറ്റലിസ്റ്റും വ്യത്യസ്ത തരത്തിൽപ്പെട്ടവരായിരിക്കും. അഭികാരങ്ങൾ 2 പേരും വേറൊരു അവസ്ഥയിലാണ്, കാറ്റലിസ്റ്റ് മറ്റൊരവസ്ഥയിലാണ്. അഭികാരങ്ങൾ 2 പേരും ഖരാവസ്ഥയിലാവുക, കാറ്റലിസ്റ്റ് വാതകാവസ്ഥയിലാവുക. അല്ലെങ്കിൽ അഭികാരകങ്ങളും 2 പേരും വാതകാവസ്ഥയിലാവുന്നു, കാറ്റലിസ്റ്റ് സോളിഡോ ലിക്വിഡോ ഏതെങ്കിലും അവസ്ഥയിലാവുന്നു. ഇങ്ങനെയുള്ള കറ്റാലിസിസിന് പറഞ്ഞ പേരാണ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. ഇറ്റ് ഈസ് എ കറ്റാലിസിസ് ഇൻ വിച്ച് റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ്. എക്സാമ്പിൾ നോക്കാം. FE ഇൻ ഹേബേഴ്സ് പ്രോസസ്. അമോണിയയുടെ നിർമ്മാണമായ ഹേബേഴ്സ് പ്രോസസ്സിൽ FE കാറ്റലിസ്റ്റായിട്ട് വരുന്നത് അത് ഒരു ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് ആണ്. രാസപ്രവർത്തനത്തിന് ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. N2+3H2 gives 2NH3. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് അമോണിയ ഉണ്ടാകുന്നു. ഇതാണ് ഹേബേഴ്സ് പ്രോസസ്സ്. അവിടുത്തെ കാറ്റലിസ്റ്റ് FE ആണ്. നമ്മൾ എടുക്കുന്ന അഭികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നൈട്രജനാണ്, വാതകാവസ്ഥയിലാണ്. അടുത്തത് ഹൈഡ്രജനാണ്, വാതകാവസ്ഥയിൽ തന്നെയുള്ള ആളാണ്. 2 അഭികാരങ്ങളും വാതകാവസ്ഥയിൽ. അവിടെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് അയണിനെയാണ്. അയൺ സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അഭികാരകങ്ങളും കാറ്റലിസ്റ്റും വ്യത്യസ്ത തരത്തിൽപ്പെട്ടു. അതുകൊണ്ട് ഈ കറ്റാലിസിസ് എന്ന് പറഞ്ഞത് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് ആണ്.